ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്ന് നമുക്ക് തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് നോക്കാം. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സിസ്റ്റം. ഓക്കെ, വാട്ട് ഈസ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ശ്രദ്ധിക്കുന്നത്, എന്താണോ ഒബ്സർവ് ചെയ്യുന്നത്, ഏത് ഭാഗമാണോ പഠിക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ഈ ബോക്സിന്റെ ഈ ബൗണ്ടറിയാണ് സിസ്റ്റം ബൗണ്ടറി. ഇതിന്റെ ബൗണ്ടറിക്ക് പുറത്തുള്ളതൊക്കെ സറൗണ്ടിങ്. ഇതിന്റെ ഉള്ളിലുള്ളത് സിസ്റ്റം. ഓക്കെ, അപ്പൊ എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ് എന്ന് മനസ്സിലായോ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് നിരീക്ഷിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ എടുക്കും? ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ, അതൊക്കെ എപ്പോഴും നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാര്യങ്ങൾ മെഷർ ചെയ്യുകയും അതിൽ നിന്ന് വാല്യൂസ് എടുക്കുകയും ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ് ഉണ്ട്. സിസ്റ്റത്തിന്റെ പുറത്തുള്ളതിനെയൊക്കെ നമ്മൾ സറൗണ്ടിങ് എന്ന് പറയും. സിസ്റ്റത്തിന് തൊട്ടടുത്തുള്ള ഔട്ട്സൈഡ് സിസ്റ്റം ബൗണ്ടറിനെ നമ്മൾ സറൗണ്ടിങ് എന്ന് പറയും. ഓക്കെ, അപ്പോ there are 3 types of system: open system, closed system and isolated system. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട്? അതില് എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? അതില് മാസ് ട്രാൻസ്ഫർ നടക്കും, എനർജി ട്രാൻസ്ഫർ നടക്കും. എനർജി, മാസും എന്ത് ചെയ്യാം? സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്കും പോവാം, ഉള്ളിലേക്കും വരാം. മാസ് സിസ്റ്റത്തിന്റെ പുറത്തേക്ക് പോവാം, ഉള്ളിലേക്കും വരാം. അങ്ങനെയുള്ളതിനെയാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നിങ്ങൾ മാസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ എന്താണ് എനർജി? എനർജി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനർജീനെ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. രണ്ടായിട്ട് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റും വർക്കും. അപ്പൊ എന്താണ് ഹീറ്റ്? ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഉണ്ടാവുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു ബോഡി 35 ഡിഗ്രി സെന്റിഗ്രേഡിലും ഒരു ബോഡി 30 ഡിഗ്രി സെന്റിഗ്രേഡിലും ആണെങ്കിൽ 35 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിന്ന് 30 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യില്ലേ? ആ എനർജി ട്രാൻസ്ഫർ ചെയ്യണം എന്തുകൊണ്ട്? ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമല്ലേ? ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഉണ്ടാവുന്ന ആ എനർജി ട്രാൻസ്ഫറെ നമ്മൾ ഹീറ്റ് എന്ന് വിളിക്കും. ആൻഡ് എവരി അതർ എനർജി ട്രാൻസ്ഫേഴ്സ് അതർ ദാൻ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് നോൺ ആസ് വർക്ക്. ഓക്കെ, അതായത് ഹീറ്റ് അല്ലാത്ത ബാക്കി എല്ലാ എനർജി ട്രാൻസ്ഫറിനെയും നമ്മൾ വർക്ക് എന്നാണ് പറയുക. അപ്പൊ എനർജി ട്രാൻസ്ഫർ എന്തൊക്കെയുണ്ട്? ഹീറ്റും ഉണ്ട്, വർക്കും ഉണ്ട്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് എനർജി ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അതിനെ ഹീറ്റ് എന്ന് വിളിക്കും. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞാലോ ഹീറ്റ് അല്ലാത്ത ബാക്കി എല്ലാ എനർജി ട്രാൻസ്ഫറിനെയും നമ്മൾ വർക്ക് എന്ന് വിളിക്കും. വർക്കിന് ഏതൊക്കെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഈ വെലോസിറ്റി അല്ല, വോൾട്ടേജ് പൊട്ടൻഷ്യൽ കാരണം, കറന്റ് അല്ലേ? വോൾട്ടേജ് പൊട്ടൻഷ്യൽ കാരണം, വോൾട്ടേജ് കൂടിയ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജിലേക്ക് കറന്റ് ഫ്ലോ ചെയ്യില്ലേ? അല്ലെങ്കിൽ റൂമിൽ ലൈറ്റ് കത്തുന്നതൊക്കെ എന്താണ്? എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഒരു വർക്ക് ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളമുണ്ട്, അതില് ഒരു സ്റ്റീറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പമ്പരം അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ തൈരൊക്കെ കടയുന്ന പോലെ ഒരു സാധനല്ലേ? ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് കടയുമ്പോൾ എന്തുണ്ടാവും? എനർജി ട്രാൻസ്ഫർ നടക്കും. എവിടെ നിന്ന്? സ്റ്റീറിന്റെ നമ്മൾ കൈ കൊണ്ട് തിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, വാട്ടറിൽ അവസാനം എന്തായിട്ട് മാറുന്നത്? വാട്ടറിലത് എനർജി ട്രാൻസ്ഫർ ആകുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടും. പക്ഷെ എന്തുകൊണ്ടാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്? ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമല്ലല്ലോ. എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് നമ്മൾ കൈ കൊണ്ട് തിരിക്കുന്നത് കൊണ്ടാണ്. സോ എനർജി ട്രാൻസ്ഫർ, അങ്ങനെയുള്ള എനർജി ട്രാൻസ്ഫറിനെയൊക്കെ നമ്മൾ വർക്ക് ട്രാൻസ്ഫർ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ, എന്താണ് വർക്ക് ട്രാൻസ്ഫർ എന്ന് മനസ്സിലായിട്ടോ? അപ്പൊ നമ്മൾ തുടങ്ങിയത് എന്താണ്? നമ്മൾ 3 ടൈപ്പ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ പറഞ്ഞു ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൽ എന്തുണ്ട്? ബോത്ത് മാസ് ആൻഡ് ഹീറ്റ് കാൻ ട്രാൻസ്ഫർ സിസ്റ്റം ബൗണ്ടറി. ഓക്കെ, mass and
എനർജി, ഹീറ്റ് അല്ല, മാസ് ആൻഡ് എനർജി ക്യാൻ ട്രാൻസ്ഫർ സിസ്റ്റം ബൗണ്ടറി. ഇനി ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്. എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം? ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി എനർജി ക്യാൻ ട്രാൻസ്ഫർ ദ സിസ്റ്റം. ഓൺലി എനർജി, മാസ് എന്ത് ചെയ്യാൻ പറ്റില്ല, മാസ് സിസ്റ്റം ബൗണ്ടറി ട്രാൻസ്ഫർ ചെയ്യില്ല. പക്ഷെ എന്ത് ചെയ്യും, എനർജി എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിന് എന്തൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മളൊരു എന്താ പറയാ, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ബോക്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അടച്ചു വെച്ചു. എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിന്റെ ഉള്ളിലെ മാസ് എന്താ, എയർ ആണ്. എയർ എന്ത് ചെയ്യും, എയറിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? അതിന്റെ ഉള്ള മാസ് ഇപ്പോ ഒരു 50 ഗ്രാം ഉണ്ടെങ്കിൽ 50 ഗ്രാം എയർ ആദ്യം തന്നെ നിൽക്കും. പക്ഷെ എന്ത് ചെയ്യാം, എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാത്രത്തിൽ ഈ ബോക്സ് കൊണ്ടുപോയിട്ട് നമ്മൾ അടുപ്പത്ത് കൊണ്ടുപോയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. നമ്മളിതിനെ വലിച്ചെറിയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, അതിന്റെ ഉള്ളിൽ എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും, വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. അതിനെ നന്നായിട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൈനറ്റിക് എനർജി ചേഞ്ച് വരും അല്ലേ. ആ ബോക്സിന് കൈനറ്റിക് എനർജി ചേഞ്ച് വരും. അതൊക്കെ വർക്ക് ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അടുപ്പത്ത് കൊണ്ടുവയ്ക്കുക. വലിച്ചെറിയുന്നതൊക്കെ വർക്ക് ട്രാൻസ്ഫറിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇതാണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ. ഇനി ക്ലോസ്ഡ് സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്, ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കേട്ടപ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഐസൊലേറ്റഡ് എന്തായിരിക്കും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ മാസും എനർജിയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ക്ലോസ്ഡില് എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഐസൊലേറ്റഡില് നൈദർ മാസിനും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, എനർജിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം പ്രാക്ടിക്കലി നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റം ഒന്നുമില്ല. എല്ലാ സിസ്റ്റത്തിലും എനർജി ഒക്കെ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ യൂണിവേഴ്സ് ഫുള്ളായിട്ട് നമ്മളൊരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാന്നിരിക്കും. നമ്മുടെ യൂണിവേഴ്സ് ഫുള്ളായിട്ട് നമ്മൾ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ യൂണിവേഴ്സിന്റെ പുറത്തേക്ക് എനർജി ഒന്നും ട്രാൻസ്ഫർ ചെയ്യില്ലല്ലോ. അപ്പൊ യൂണിവേഴ്സ് വേണമെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ചില ബുക്കിലൊക്കെ തെർമോഫ്ലാസ്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. എന്നാലും നമുക്കറിയാം തെർമോഫ്ലാസ്കിന്റെ ഉള്ളിൽ ചായ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ചൂടൊക്കെ കുറയും അല്ലേ. അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കൊന്നുമില്ല. എങ്കിലും വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. യൂണിവേഴ്സ് ആണ് നല്ല ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് നല്ലൊരു എക്സാമ്പിൾ. ഓക്കെ, ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ്. എനർജി കൺസർവേഷൻ, എനർജി കാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി കാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിലേക്ക് കുറച്ച് എനർജി വരുന്നുണ്ട്, ഇ ഇൻ. കുറച്ച് എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്, ഇ ഔട്ട്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ഇ ഇൻ മൈനസ് ഇ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡെൽറ്റ ഇ ഓഫ് സിസ്റ്റം ആയിരിക്കും. അതായത് എനർജി ഇൻ മൈനസ് എനർജി ഔട്ട് ഈക്വൽ ഡെൽറ്റ ഇ ഓഫ് സിസ്റ്റം. സിസ്റ്റത്തിന്റെ എനർജി ചേഞ്ച് ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? എനർജി ഇൻ എങ്ങനെയൊക്കെ എനർജി വരാം, ഹീറ്റ് ആയിട്ടും വർക്കായിട്ട് എനർജി വരാം. എനർജി എങ്ങനെയൊക്കെ പോവാം, ഹീറ്റ് ആയിട്ടും വർക്കായിട്ട് എനർജി പോവാം. ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന് എനർജി ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, സിസ്റ്റത്തിന് എന്തൊക്കെ എനർജികളുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാം, കൈനറ്റിക് എനർജി ഉണ്ടാവാം, അതിന് ടെമ്പറേച്ചർ കാരണം ഒരു ടെമ്പറേച്ചർ കാരണം ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ കെമിക്കൽ അല്ലെ, ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കെമിക്കൽ പവർ, കെമിക്കലായുള്ള കെമിക്കൽസ് ആണെങ്കിൽ കെമിക്കൽസിന് ഒരു എനർജി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ, ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ എനർജി ഓഫ് ദ സിസ്റ്റം മൈനസ് ഇനീഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഇനീഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം, ഈ ഫൈനൽ മൈനസ് ഈ ഇനീഷ്യൽ. അങ്ങനെയാണ് ഡെൽറ്റ ഇ സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ നമ്മൾ അതിനെ മാത്തമാറ്റിക്കലായിട്ട് റിപ്രസെന്റ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിപ്രസെന്റേഷൻ ആണിത്. ഇ ഇൻ മൈനസ് ഇ ഔട്ട് ഈക്വൽ ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് പറയുന്നത്.
ഏത് പ്രോബ്ലത്തിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇ ഇൻ മൈനസ് ഇ ഔട്ട് ഈക്വൽ ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് പറയുന്നത് അത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റും പ്രോബ്ലംസ് ഒക്കെ. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റേറ്റ് ഓഫ് ചേഞ്ചിന്റെ ഇതായിട്ട് വേണമെങ്കിൽ ഇതിനെ റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ട് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാൻ പറ്റുക, ഇ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ എനർജി കമ്മിങ് ഇൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് എനർജി കമ്മിങ് ഇൻ യൂണിറ്റ് ടൈം, ഒരു സെക്കൻഡില് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എന്തോരം എനർജി വരുന്നു, മൈനസ് ഒരു സെക്കൻഡില് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര എനർജി ഔട്ട് ആവുന്നു, ഈക്വൽ ടു ഡിഇ ബൈ ഡി ടി ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റില് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റില് സിസ്റ്റത്തിന്റെ എനർജിയിൽ എന്തോരം ചേഞ്ച് വന്നു. ഓക്കെ, അപ്പൊ എനർജി ഇൻ മൈനസ് എനർജി ഔട്ട് ഈക്വൽ ഡിഇ സിസ്റ്റം ബൈ ഡി ടി. ഇത് എന്താ പറയുക, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. എനർജി ഇൻ മൈനസ് എനർജി ഔട്ട്. നമുക്ക് മാസിന്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഇത് പറയാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു. ആ ബക്കറ്റിലേക്ക് ഞാൻ 5 കിലോഗ്രാം വെള്ളം ഒഴിച്ചു, 3 കിലോഗ്രാം വെള്ളം കളഞ്ഞു. ഓക്കെ, 5 കിലോഗ്രാം വെള്ളം ഒഴിച്ചു, 3 കിലോഗ്രാം വെള്ളം കളഞ്ഞു. അപ്പൊ എനർജി ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി അല്ലാട്ടത് മാസാണിത്. അപ്പൊ നമുക്ക് എനർജിയുടെ പോലെ തന്നെ മാസിനും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, എം ഡോട്ട് ഇൻ മൈനസ് എം ഡോട്ട് ഔട്ട് ഈക്വൽ ടു ഡെൽറ്റ എം ഓ സിസ്റ്റം. ഓക്കെ, അപ്പൊ എം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 5 കിലോഗ്രാം വാട്ടർ നമ്മൾ ഒഴിച്ചു, 3 കിലോഗ്രാം കളഞ്ഞു, അപ്പൊ -3 ഈക്വൽ ടു ഡെൽറ്റ എം സിസ്റ്റം. അപ്പൊ ഡെൽറ്റ എം സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ കിട്ടുക നമുക്ക്, ഡെൽറ്റ എം സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം വാട്ടർ പോസിറ്റീവ് 2 കിട്ടും. അതായത് 2 കിലോഗ്രാം ബക്കറ്റിൽ വെള്ളം കൂടി. അപ്പൊ അതുകൊണ്ട് അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇ ഇൻ എനർജി ഔട്ട് ഈക്വൽ ഇ ഇൻ മൈനസ് ഇ ഔട്ട് ഈക്വൽ ഡെൽറ്റ ഇ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ബക്കറ്റിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ബക്കറ്റിൽ ഇനീഷ്യലി 1 കിലോഗ്രാം വെള്ളമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഫൈനൽ എത്ര കിലോഗ്രാം വെള്ളം ഉണ്ടാവും, 3 കിലോഗ്രാം വെള്ളം ഉണ്ടാവും അല്ലെ. 5 കിലോഗ്രാം വന്നപ്പോ ടോട്ടൽ 6 കിലോഗ്രാമായി, 3 കിലോഗ്രാം പോയി, അപ്പൊ 6ന് 3 പോയാൽ പിന്നെ 3. ഓക്കെ, അപ്പൊ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഫൈനൽ 3 - 1 ദാറ്റ് ഈസ് 2. ഓക്കെ അല്ലേ. അപ്പൊ ചില ബുക്കുകളിൽ ഇത് മറ്റൊരു രീതിയിലാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഡെഫിനിഷൻ പറയുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ ഫോർ എ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയിരിക്കും. ഒരു സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയിരിക്കും. എന്താണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തിന് ഒരു സ്റ്റേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും, അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും അല്ലേ. ഒരു സിസ്റ്റത്തിന് ഒരു സ്റ്റേറ്റിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, അതിന്റെ വോളിയം, അതിന്റെ പ്രഷർ, അതിന്റെ ടെമ്പറേച്ചർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഇനീഷ്യലും ഫൈനൽ സ്റ്റേറ്റിലും സെയിം ആയിരിക്കുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഇത് ഒരു ഇനീഷ്യൽ ഇങ്ങനെയായിരുന്നു, V1 P1 T1 ആയിരുന്നു, പിന്നെ V2 P2 T2 ആയി, ടെമ്പറേച്ചർ വോളിയം ഒക്കെ മാറി. അടുത്ത സ്റ്റേറ്റില് രണ്ടാമത്തെ സ്റ്റേറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റില് V3 P3 T3 ആയി, നാലാമത്തെ സ്റ്റേറ്റിൽ എന്തായി, തിരിച്ച് വീണ്ടും V1 P1 T1ലേക്ക് പോയി. അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. 1 - 4ലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ് എന്താണ്, V1 P1 T1 ഉം V1 സ്റ്റേറ്റ് 4ലും V1 P1 T1 ഉണ്ട്. അതായത് സ്റ്റേറ്റ് 1ഉം സ്റ്റേറ്റ് 4ഉം ഐഡന്റിറ്റിക്കൽ ആണ്. അതിനെയാണ് നമ്മൾ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഫോർ എ സൈക്ലിക് പ്രോസസ്സിനെ സംബന്ധിച്ച് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഡെൽ Q ഈക്വൽ ടു ഡെൽ W. ഇതാണ് ഫസ്റ്റ് ലോ. ഇങ്ങനെയാണ് ഡിഫൈൻ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുക. എനർജി പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് രണ്ടും തമ്മിലൊരു കണക്ഷൻ, ഇതെങ്ങനെ രണ്ടും സെയിം ആയി എന്നൊരു ഡൗട്ട് വരുന്നുണ്ടല്ലേ, അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എല്ലാ പ്രോബ്ലത്തിനും ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഇ ഇൻ മൈനസ് ഇ ഔട്ട് ഈക്വൽ ടു ഡെൽറ്റ ഇ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ സ്റ്റേറ്റിന്റെ സിസ്റ്റത്തിന്റെ എനർജി, ഈ ഫൈനൽ സ്റ്റേറ്റിലെ സിസ്റ്റത്തിന്റെ എനർജി മൈനസ് ഈ ഇനീഷ്യൽ സ്റ്റേറ്റിലെ സിസ്റ്റത്തിന്റെ എനർജി. ഓക്കെ, അപ്പൊ സൈക്ലിക് പ്രോസസ്സിനെ സംബന്ധിച്ചിരിക്കും ഫൈനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റും സെയിം ആയതുകൊണ്ട് ഇത് 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇ മൈനസ് ഇ ഔട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓർ ഇ ഇൻ ഈക്വൽ ടു ഇ ഔട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളൊരു എഞ്ചിനൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനർജി ഇൻ, എന്താണ് എനർജി ഇൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്? ഹീറ്റ് എനർജിയാണ് എനർജി ഇൻ ആയിട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. എനർജി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് വർക്കുമാണ്. ഡെൽ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെൽ ഡബ്ല്യു വർക്ക് ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ടാണ് ഹീറ്റ് കൊടുത്തു വർക്ക് കിട്ടി, അങ്ങനെയാണ് നമുക്ക് ഡെൽ ക്യൂ ഇക്കില്ല ഡെൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽ ക്യൂ ഇക്വൽ ടു ഡി യു പ്ലസ് ഡെൽ ഡബ്ല്യു എന്ന് കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡെൽ ക്യൂ ഇക്വൽ ടു ഡി യു പ്ലസ് ഡെൽ ഡബ്ല്യു. ഓക്കെ, ഇത് സെയിം തന്നെയാണ്. അപ്പൊ നമ്മള് സൈക്ലിക് പ്രോസസ്സിനെ സംബന്ധിച്ച് ഡെൽ ക്യൂ ഇക്വൽ ടു ഡെൽ ഡബ്ല്യു ആണെങ്കിൽ ഫോർ എ സിംപിളി ഒരു സിമ്പിൾ പ്രോസസ്സ് സ്റ്റേറ്റ് 1 സിസ്റ്റം സ്റ്റേറ്റ് 2ലേക്ക് പോവുകയാണ്. അപ്പൊ ഡെൽ ക്യൂ ഈക്വൽ ടു എന്തായിരിക്കും? ഡി യു പ്ലസ് ഡെൽ ഡബ്ല്യു എന്ന് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാ നമുക്ക് എനർജി ഇൻ മൈനസ് എനർജി ഔട്ട് എന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഈക്വൽ ടു ഡെൽറ്റ ഇ സിസ്റ്റം. ഓക്കെ, എനർജി ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ക്യൂ, ഹീറ്റ് ഇൻപുട്ട് കൊടുത്തു, നമുക്ക് എന്താണ് കിട്ടുന്നത്? വർക്ക് കിട്ടി, ഡെൽ ഡബ്ല്യു. ഓക്കെ, എനർജി ചേഞ്ച് ഓഫ് എനർജി ഡെൽറ്റ സിസ്റ്റത്തിന്റെ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡി യു ആയിട്ട് പറയാൻ പറ്റും. എന്താണ് ഡി യു എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്? ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഓക്കെ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അപ്പൊ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇതില് മോളിക്യൂൾസ് ഉണ്ടല്ലോ നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ. നമ്മളൊരു മെറ്റീരിയൽ ഗ്യാസോ അല്ലെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ വാട്ടറിന്റെ വേപ്പർ ഒക്കെ ആണെങ്കിൽ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിന് എന്തൊക്കെയുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ സമ്മാണ് എന്താ? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്താണ്? മോളിക്യൂൾസിന്റെ ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ മാറ്ററിന്റെ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈ സമ്മാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഡെൽറ്റ കെയും ഡെൽറ്റ ബിയും. ഓക്കെ, അപ്പൊ ഡെൽറ്റ ഇ സിസ്റ്റം എനർജി ചേഞ്ച് ഇൻ സിസ്റ്റം എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഓൾമോസ്റ്റ് ഓൾ കേസസിൽ എന്തായിരിക്കും? ഡി യു തന്നെയായിരിക്കും. എനർജി ചേഞ്ച് ഇൻ സിസ്റ്റം, എനർജി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ചേഞ്ചിന്റെ സം ആയിരിക്കും ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റത്തിന്റെ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഡി യു ഇതിന് തന്നെ സെയിം ആയിരിക്കും. അപ്പൊ ഡെൽ ക്യൂ മൈനസ് ഡെൽ ഡബ്ല്യുവിന് പകരം ഇതിന് പകരമല്ല, ഡെൽറ്റ ഇ സിസ്റ്റത്തിന് പകരം നമുക്ക് ഡി യു എന്ന് എഴുതാൻ പറ്റും. ഡെൽ ക്യൂ അവിടെ നിർത്തി കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ക്യൂ ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽ ഡബ്ല്യു എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾ പലപ്പോഴും എന്ത് കണ്ടുണ്ടാവുക? ഫസ്റ്റ് ലോവിന്റെ ഒരു സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2ലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന എനർജിയുടെ റിലേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇങ്ങനെയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് ഇത് എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്? ഇ ഇൻ മൈനസ് ഇ ഔട്ട് ഈക്വൽ ഡെൽറ്റ ഇ സിസ്റ്റം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോബ്ലവും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് മാത്രം പോരെന്നപ്പോ ചോദിക്കാം. അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് ഈ ഫോർമുലയും കൂടി ആവശ്യം വരും. അതുകൊണ്ടാണ് ഇതും കൂടി പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. ഒരു റൂം ഉണ്ട്.
ഒരു റൂം, അതിലൊരു ഫ്രിഡ്ജ് ഉണ്ട്. ആ ഫ്രിഡ്ജിന്റെ വാതിൽ എന്ത് ചെയ്യുക, തുറന്നിട്ടേക്കുക. റൂമില് ഒരു ഫ്രിഡ്ജ് ഉണ്ട്, ഫ്രിഡ്ജിന്റെ വാതിൽ തുറന്നിട്ടേക്കുക. റൂം എന്താണ്, ഇൻസുലേറ്റഡ് റൂമാണ്. ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. സിസ്റ്റത്തിന് ഉള്ളിൽ നിന്നോ പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ഓക്കെ, ഇതിലേക്ക് എന്ത് ചെയ്യും, ഫ്രിഡ്ജ് ഓൺ ആണ്, സ്വിച്ച് ഓൺ ആണ്. അതായത് പുറത്തുനിന്ന് കറണ്ട് വരുന്നിട്ട് ഇതില് കറണ്ട് കൊടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. അപ്പൊ നമ്മൾ റൂമിലെ ഫ്രിഡ്ജ് തുറന്നിട്ട് കഴിഞ്ഞാൽ റൂമിന്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ, റൂമിന്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ, അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുക, എനർജി ഇൻ മൈനസ് എനർജി ഔട്ട് ഈക്വൽ ടു ഡെൽറ്റ ഇ സിസ്റ്റം. എനർജി ഇൻ, എനർജി എങ്ങനെയാ വരുന്നത്, ഈ കറണ്ടിന്റെ രൂപത്തില് ഇലക്ട്രിക് വർക്കായിട്ട് കുറച്ച് എനർജി വരുന്നുണ്ട്. അതിനെ നമുക്ക് ഡെൽ ഡബ്ല്യു എന്ന് എഴുതാം. എനർജി വല്ല നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടോ, ഇൻസുലേറ്റഡ് റൂമാണ്. സോ എനർജി പുറത്തേക്ക് പോകുന്നത് എന്താണ്, 0 ആണ്. അപ്പൊ ഡെൽ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ ഇ സിസ്റ്റം. അതായത് നമുക്ക് കറണ്ടിന്റെ വർക്കിന് നമുക്ക് വേണമെങ്കിൽ ഐ സ്ക്വയർഡ് ആർ ടി എന്നൊക്കെ എഴുതാം അല്ലെ. ഐ സ്ക്വയർഡ് ആർ ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഐ എന്ന് പറഞ്ഞ കറണ്ട്, ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്, ടി എന്ന് പറഞ്ഞ ടൈം. ഐ സ്ക്വയർഡ് ആർ ടി ഈക്വൽ ടു ഡെൽറ്റ ഇ സിസ്റ്റം. ഈ ഐ സ്ക്വയർഡ് ആർ ടി എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഇ സിസ്റ്റം എന്താണ്, ഈ സിസ്റ്റത്തിന്റെ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഈ ഫൈനൽ മൈനസ് ഈ ഇനീഷ്യൽ, ഈ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. അപ്പൊ ഈ ഫൈനൽ കൂടിയാലല്ല ഈ ഫൈനൽ ഈ ഇനീഷ്യലിനേക്കാളും കൂടി നിന്നാലേ നമുക്ക് ഈ ഫൈനൽ മൈനസ് ഈ ഇനീഷ്യൽ പോസിറ്റീവ് കിട്ടുള്ളൂ. അപ്പൊ ഈ ഫൈനൽ കൂടുതലാണ്. എനർജി ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ എനർജി ഓഫ് ദ റൂം കൂടുതലാണ്. എനർജി ഓഫ് ദ റൂം കൂടുതലാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു റൂമിലെ എനർജി കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിലുണ്ടാവുക, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ ഇനീഷ്യൽ ടെമ്പറേച്ചറിനേക്കാളും ഫ്രിഡ്ജിന്റെ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ റൂമിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ഇൻസുലേറ്റർ റൂമില് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഇൻസുലേറ്റർ റൂമില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ ചോദിക്കുന്നത് സിസ്റ്റത്തിന്റെ എനർജി എന്ത് ചെയ്യും, കൂടുകയോ കുറയോ. ഇൻസുലേറ്റർ റൂം ആട്ടോ, റൂം ഇൻസുലേറ്റഡ് ആണ്. അപ്പൊ അഗെയിൻ നമ്മൾ ഇ ഇൻ മൈനസ് ഇ ഔട്ട് ഈക്വൽ ടു ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് എഴുതി. എനർജി ഇൻ, വല്ല രീതിയിലെ എനർജി ഇതിലേക്ക് വരുന്നുണ്ടോ, വല്ല വോൾട്ടേജ് ആയിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ടോ എനർജി വരുന്നുണ്ടോ റൂമിന്റെ ഉള്ളില് എന്ത് നടക്കണം നോക്കണ്ട. റൂമിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ, പുറത്തുനിന്ന് ബൗണ്ടറി കടന്നിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ, ഒന്നും വരുന്നില്ല. സോ എനർജി ഇൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. എനർജി ഔട്ട്, ഇൻസുലേറ്റർ റൂം ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഒന്നും പോകുന്നില്ല. സോ എനർജി ഔട്ടും 0 ആണ്. അതിനാണ് ഈ ഡെൽറ്റ ഇ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് നമ്മുടെ ഒരു മെഴുകുതിരി ഒരു റൂമിൽ കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ എനർജി കൂടുകയോ കുറയോ ഒന്നും ചെയ്യുന്നില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, താങ്ക് യു.